ഓം ശാന്തി 28/6/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, തന്റെ ഉന്നതിക്കായി ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തന്റെ കണക്കുകൾ നോക്കൂ, പരിശോധിക്കൂ. ഞാൻ മുഴുവൻ ദിവസത്തിലും ആർക്കും ദുഃഖമൊന്നും കൊടുത്തില്ലല്ലോ. ചോദ്യം: മഹാസൗഭാഗ്യശാലികളായ കുട്ടികളിൽ ഏതൊരു സാമർഥ്യമാണ് ഉണ്ടാവുക? ഉത്തരം: മഹാസൗഭാഗ്യശാലികളായ കുട്ടികൾ പതി പത്നി ഒരുമിച്ചിരുന്നുകൊണ്ടും പരസ്പരം ഭായി ഭായി ആയിരിക്കും. സ്ത്രീയാണ് പുരുഷനാണ് എന്ന ബോധം ഉണ്ടാകില്ല. പക്കാ നിശ്ചയബുദ്ധികളായിരിക്കും. മഹാസൗഭാഗ്യശാലികളായ കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കും, ഞാനും വിദ്യാർത്ഥിയാണ്, ഇവരും വിദ്യാർത്ഥിയാണ്, സഹോദരി സഹോദരനാണ്. പക്ഷെ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുമ്പോഴേ ഈ സാമർഥ്യം ഉണ്ടാകൂ. ഗീതം: മുഖം നോക്കൂ ആത്മാവേ. ഓം ശാന്തി. ഈ കാര്യം ദിവസവും ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. അതായത് ഉറങ്ങുന്നതിന് മുൻപ് തന്റെ കണക്കുകൾ ഉള്ളുകൊണ്ട് നോക്കണം. ആർക്കും ദുഃഖം കൊടുത്തില്ലല്ലോ. മാത്രമല്ല, എത്ര സമയം ബാബയെ ഓർമ്മിച്ചു. പ്രധാന കാര്യം ഇതാണ്. ഗീതത്തിലും പറയുന്നു, തന്റെ ഉള്ളിൽ നോക്കൂ, നമ്മൾ എത്രത്തോളം തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറി. മുഴുവൻ ദിവസത്തിലും എത്ര സമയം തന്റെ മധുരമായ അച്ഛനെ ഓർമ്മിച്ചു. ഒരു ദേഹധാരിയെയും ഓർമ്മിക്കേണ്ടതില്ല. മുഴുവൻ ആത്മാക്കളോടും പറയുന്നു, തന്റെ അച്ഛനെ ഓർമ്മിക്കൂ. ഇപ്പോൾ തിരിച്ചു പോകണം. എവിടേക്ക് പോകണം? ശാന്തിധാമത്തിൽ ചെന്ന് പിന്നീട് പുതിയ ലോകത്തിലേക്ക് പോകണം. ഇത് പഴയ ലോകമല്ലേ? എപ്പോൾ ബാബ വരുന്നോ അപ്പോഴേ സ്വർഗത്തിന്റെ വാതിൽ തുറക്കൂ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ സംഗമയുഗത്തിലാണ് ഇരിക്കുന്നത്. ഇതും അത്ഭുതമാണ്. എന്തെന്നാൽ ചിലർ സംഗമയുഗത്തിലേക്ക് വന്ന് ബോട്ടിൽ കയറി ഇരുന്ന ശേഷം പിന്നീട് ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിൽ പുരുഷോത്തമനായി മാറുന്നതിനായി വന്ന് തോണിയിൽ ഇരിക്കുകയാണ്. മറുകരയിൽ എത്താനായി. ഇനി പഴയ കലിയുഗി ലോകത്തിൽ നിന്നും മനസ്സ് മാറ്റണം. ഈ ശരീരത്തിലൂടെ കേവലം പാർട്ട് അഭിനയിക്കുക മാത്രം ചെയ്യണം. ഇപ്പോൾ വളരെ സന്തോഷത്തോടെ നമുക്ക് തിരിച്ചു പോകണം. മനുഷ്യർ മുക്തിക്കായി എത്ര തലയിട്ട് ഉടയ്ക്കുന്നു. പക്ഷെ മുക്തി, ജീവൻ മുക്തിയുടെ അർത്ഥം അറിയുന്നില്ല. ശാസ്ത്രങ്ങളിൽ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ട്, അത്രമാത്രം. അല്ലാതെ അത് എന്ത് സാധനമാണ്, ആരാണ് നൽകുന്നത്, എപ്പോഴാണ് നൽകുന്നത്, ഇതൊന്നും അറിയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ വരുന്നത് മുക്തി, ജീവൻ മുക്തിയുടെ സമ്പത്ത് നൽകാനാണ്. അതും ഒരു തവണയല്ല, അനേകം തവണ. എണ്ണമറ്റ അത്രയും തവണ നിങ്ങൾ മുക്തിയിൽ നിന്നും ജീവൻ മുക്തിയിലേക്കും പിന്നീട് ജീവൻ ബന്ധനത്തിലേക്കും വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ അറിവ് ലഭിച്ചു, നമ്മൾ ആത്മാക്കളാണ്. ബാബ നമ്മൾ കുട്ടികൾക്ക് വളരെ ശിക്ഷണം നൽകുന്നുണ്ട്. നിങ്ങൾ ഭക്തിമാർഗത്തിൽ ദുഃഖത്തോടെ ഓർമ്മിച്ചിരുന്നു, പക്ഷെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്റെ പരിചയം നൽകി. അതായത് എങ്ങനെ നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ വികർമ്മം വിനാശമാകും. ഇതുവരേക്കും എന്ത് വികർമ്മമുണ്ടായിട്ടുണ്ട് എന്നത് തന്റെ കണക്ക് വഴക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകും. ആരാണോ സേവനത്തിൽ മുഴുകിയിരിക്കുന്നത് അവർക്ക് മനസ്സിലാകും. സേവനത്തിന്റെ ലഹരിയും ഉണ്ടാകും. പരസ്പരം അഭിപ്രായങ്ങൾ ആരാഞ്ഞ് സേവനത്തിനായി ഇറങ്ങുന്നു. മനുഷ്യരുടെ ജീവിതത്തെ വജ്രതുല്യമാക്കി മാറ്റുന്നതിന്. ഇതെത്ര പുണ്യ പ്രവൃത്തിയാണ്. ഇതിൽ ചിലവിന്റെ കാര്യമില്ല. വജ്രസമാനമായി മാറുന്നതിനായി ബാബയെ ഓർമ്മിച്ചാൽ മാത്രം മതി. പുഷ്യരാഗരത്നം, മരതകരത്നം എന്നിവയെല്ലാം നിങ്ങൾ തന്നെയാണ്.
എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും വജ്രമായി മാറും. ചിലർ മാണിക്യമാകും, ചിലർ പുഷ്യരാഗമാകും. 9 രത്നങ്ങളുണ്ടല്ലോ. ചിലർ ഗ്രഹപ്പിഴ വരുമ്പോൾ 9 രത്നങ്ങളുടെ മോതിരം അണിയുന്നു. ഭക്തിമാർഗത്തിൽ ഒരുപാട് മന്ത്രവാദങ്ങളുണ്ട്. ഇവിടെയാണെങ്കിൽ എല്ലാ ധർമ്മത്തിലുള്ളവർക്കും ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, മന്മനാ ഭവ. എന്തുകൊണ്ടെന്നാൽ ദൈവം ഒന്നേ ഉള്ളൂ. മനുഷ്യനിൽ നിന്നും ദേവതയാവാൻ അഥവാ മുക്തി, ജീവൻ മുക്തി നേടാൻ ഒരു വഴിയേ ഉള്ളൂ, ബാബയെ ഓർമ്മിക്കുക എന്നത് മാത്രം. ബുദ്ധിമുട്ടിന്റെ ഒരു കാര്യവുമില്ല. എനിക്ക് ഓർമ്മ എന്തുകൊണ്ടാണ് നിലനിൽക്കാത്തത് എന്നത് ചിന്തിക്കണം. മുഴുവൻ ദിവസത്തിലും ഇത്ര കുറച്ചു മാത്രം ഓർമ്മിച്ചത് എന്തുകൊണ്ടാണ്? ഈ ഓർമ്മയിലൂടെ നമ്മൾ സദാ ആരോഗ്യവാനും നിരോഗിയുമായി മാറുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് തന്റെ ചാർട്ട് വെച്ച് ഉന്നതി നേടിക്കൂടാ? വളരെ പേരിങ്ങനെയുണ്ട്. അവർ 2-4 ദിവസം ചാർട്ട് വെക്കും, പിന്നീട് മറന്നുപോകും. ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ സഹജമാണ്. പുതിയ ലോകത്തെ സത്യയുഗം എന്നും പഴയ ലോകത്തെ കലിയുഗം എന്നും പറയുന്നു. കലിയുഗം മാറി സത്യയുഗം വരും. മാറുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്. ചില കുട്ടികൾക്ക് ഇതുപോലും പക്കാ നിശ്ചയമില്ല. അതായത് ഇത് അതേ നിരാകാരനായ അച്ഛനാണ് നമ്മെ ബ്രഹ്മ ശരീരത്തിൽ വന്ന് പഠിപ്പിക്കുന്നത് എന്ന്. ബ്രാഹ്മണരല്ലേ, ബ്രഹ്മകുമാരൻ ബ്രഹ്മകുമാരി എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥമെന്താണ്? സമ്പത്ത് എവിടെ നിന്ന് ലഭിക്കും? എന്തെങ്കിലും പ്രാപ്തിയുണ്ടാകുമ്പോഴാണ് ദത്തെടുക്കുന്നത്. നിങ്ങൾ ബ്രഹ്മാവിന്റെ കുട്ടികൾ ബ്രഹ്മകുമാരൻ ബ്രഹ്മകുമാരിയായി മാറിയത് എന്തിനാണ്? സത്യമായും ആയോ? അതോ ഇതിലും എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടോ? ആരാണോ മഹാസൗഭാഗ്യശാലികളായ കുട്ടികൾ, അവർ പതി പത്നി ഒരുമിച്ചിരുന്നുകൊണ്ടും പരസ്പരം സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കും. സ്ത്രീയാണ് പുരുഷനാണ് എന്ന ബോധം ഉണ്ടാകില്ല. പക്കാ നിശ്ചയബുദ്ധിയല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്ന ദൃഷ്ടി മാറുന്നതിന് തന്നെ സമയമെടുക്കും. മഹാസൗഭാഗ്യശാലികളായ കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കും, ഞാനും വിദ്യാർത്ഥിയാണ്, ഇവരും വിദ്യാർത്ഥിയാണ്, സഹോദരി സഹോദരനാണ്, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുമ്പോഴേ ഇത്രയും വിവേകം ഉണ്ടാകൂ. ആത്മാക്കൾ എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. പിന്നീട് ബ്രഹ്മകുമാരി കുമാരന്മാരാകുന്നതിലൂടെ സഹോദരി സഹോദരന്മാരായി മാറുന്നു. ചിലർ ബന്ധനമുക്തരാണ്, എന്നിട്ടും ബുദ്ധി എവിടെയെങ്കിലുമൊക്കെ പോകുന്നു. കർമാതീത അവസ്ഥ ഉണ്ടാകുന്നതിന് സമയമെടുക്കും. നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടാകണം. ഒരു പ്രശ്നവും ഉണ്ടാകരുത്. നമ്മൾ ആത്മാക്കൾ പഴയ ശരീരം മുതലായ എല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ ബാബയുടെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ എത്ര പാർട്ട് അഭിനയിച്ചു, ഇപ്പോൾ ചക്രം പൂർത്തിയാവുകയാണ്. ഇങ്ങനെ തന്നോട് തന്നെ സംസാരിക്കൂ. എത്രത്തോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രയും ഹർഷിതമായിരിക്കും. മാത്രമല്ല തന്റെ പെരുമാറ്റത്തെയും നോക്കിക്കൊണ്ടിരിക്കും. എത്രത്തോളം ഞാൻ ലക്ഷ്മി അഥവാ നാരായണനെ വരിക്കുന്നതിന് യോഗ്യനായി മാറി. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഇനി കുറച്ചു സമയത്തിനുള്ളിൽ പഴയ ശരീരം ഉപേക്ഷിക്കണം. നിങ്ങൾ അഭിനേതാക്കളുമാണല്ലോ. സ്വയം അഭിനേതാവാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? മുൻപ് കരുതിയിരുന്നില്ല. ഇപ്പോൾ ഈ ജ്ഞാനം ലഭിച്ചു. അതിനാൽ ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടാകണം. പഴയ ലോകത്തോട് വൈരാഗ്യവും വെറുപ്പും വരണം. നിങ്ങൾ പരിധിയില്ലാത്ത സന്യാസിയും രാജയോഗിയുമാണ്. ഈ പഴയ ശരീരത്തെയും ബുദ്ധി കൊണ്ട് സന്യസിക്കണം. ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട്, ഇതിൽ മനസ്സ് വെക്കരുത്. ബുദ്ധി കൊണ്ട് ഈ പഴയ ലോകം, പഴയ ശരീരം എന്നിവയെ സന്യസിക്കണം.
ഇപ്പോൾ നമ്മൾ ആത്മാക്കൾ പോവുകയാണ്. പോയി ബാബയെ കാണും. ഒരു ബാബയെ ഓർമ്മിച്ചാലേ ഇത് സംഭവിക്കൂ. ബാക്കി ആരെയെങ്കിലും ഓർമ്മിച്ചാൽ തീർച്ചയായും അവർ സ്മൃതിയിൽ വരും. പിന്നീട് ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും. പദവിയും ഭ്രഷ്ടമാകും. ആരാണോ നല്ല നല്ല കുട്ടികൾ, അവർ തന്നോട് തന്നെ പ്രതിജ്ഞ ചെയ്യും, ഞങ്ങൾ സ്കോളർഷിപ്പ് നേടിയിട്ടേ വിടൂ. അതിനാൽ ഇവിടെയും ഓരോരുത്തർക്കും ഈ ചിന്ത വേണം. അതായത് നമ്മൾ ബാബയിൽ നിന്നും മുഴുവൻ രാജ്യഭാഗ്യവും നേടിയിട്ടേ ഇരിക്കൂ. അവരുടെ പെരുമാറ്റവും പിന്നെ അങ്ങനെ ഉള്ളതാവും. മുന്നോട്ടു പോകവേ പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് മുന്നേറണം. ദിവസവും വൈകുന്നേരം തന്റെ അവസ്ഥയെ നോക്കുന്നവർക്കേ ഇത് സാധ്യമാകൂ. ഓരോരുത്തരുടെയും വാർത്ത ബാബയുടെ പക്കൽ എത്തുന്നുണ്ടല്ലോ. ബാബയ്ക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിൽ അത് കാണപ്പെടുന്നില്ല എന്നത് ചിലരോട് പറയുകയും ചെയ്യും. ലക്ഷ്മി നാരായണനായി മാറുന്നതിനുള്ള ലക്ഷണം കാണപ്പെടുന്നില്ല. പെരുമാറ്റം, കഴിക്കുന്നത്, കുടിക്കുന്നത് എല്ലാം നോക്കൂ. എന്ത് സേവനം ചെയ്യുന്നു, പിന്നീട് എന്ത് ആവും. പിന്നീട് ഹൃദയത്തിൽ തോന്നും, ഞാൻ എന്തെങ്കിലും ചെയ്തു കാണിക്കും. ഇതിൽ ഓരോരുത്തർക്കും സ്വതന്ത്രമായി തന്റെ ഭാഗ്യത്തെ ഉണർത്തുന്നതിനായി പഠിക്കണം. അഥവാ ശ്രീമതം അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത്രയും ഉയർന്ന പദവി നേടാനും സാധിക്കില്ല. ഇപ്പോൾ വിജയിക്കുന്നില്ലെങ്കിൽ കൽപ്പകൽപ്പം ഇങ്ങനെ തന്നെയാവും. നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. ഞാൻ ഏത് പദവി നേടാൻ യോഗ്യനാണ്. തന്റെ പദവിയുടെയും സാക്ഷാത്കാരം ഉണ്ടാകും. ആരംഭത്തിലും സാക്ഷാത്കാരം ഉണ്ടായിരുന്നു. പിന്നീട് ബാബ കേൾപ്പിക്കുന്നത് വിലക്കിയിരുന്നു. അവസാനം എല്ലാവർക്കും മനസ്സിലാകും ഞാൻ എന്തായി മാറും എന്ന്. പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കൽപ്പകൽപ്പാന്തരങ്ങളിലേക്ക് ഈ അവസ്ഥയാകും. ഇരട്ട കിരീടവും ഇരട്ട രാജ്യഭാഗ്യവും നേടാൻ സാധിക്കില്ല. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യാനുള്ള മാർജിൻ വളരെയുണ്ട്. ത്രേതയുടെ അന്തിമം വരെ 16,108 വളരെ വലിയ മാല ഉണ്ടാകണം. ഇവിടേക്ക് നിങ്ങൾ വന്നത് തന്നെ നരനിൽ നിന്നും നാരായണനായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യാനാണ്. കുറഞ്ഞ പദവിയുടെ സാക്ഷാത്കാരം ലഭിക്കുമ്പോൾ വെറുപ്പ് തോന്നാൻ തുടങ്ങും. തല താഴ്ത്തും. ഞാൻ ഒരു പുരുഷാർത്ഥവും ചെയ്തില്ല. ബാബ എത്ര മനസ്സിലാക്കി തന്നു, ചാർട്ട് വെക്കൂ, ഇത് ചെയ്യൂ എന്ന്. അതിനാലാണ് ബാബ പറയാറുണ്ടായിരുന്ന ആരെല്ലാം വന്നുവോ അവരുടെ എല്ലാം ഫോട്ടോ വേണം. ഗ്രൂപ്പായി ഒരുമിച്ചുള്ള ഫോട്ടോ ആയാലും മതി. പാർട്ടികളെ കൊണ്ടുവരാറുണ്ടല്ലോ. പിന്നീട് തീയതിയിട്ട് ഫിലിമും സൂക്ഷിക്കണം. പിന്നീട് ബാബ പറഞ്ഞു തരും ആരാണ് വീണത്. ബാബയുടെ പക്കൽ എല്ലാ വാർത്തകളും വരുന്നുണ്ട്. പറഞ്ഞു തരും എത്ര പേരെ മായ വലിച്ചുകൊണ്ടുപോയി. അവസാനിച്ചു. ഒരുപാട് പെൺകുട്ടികളും വീഴുന്നുണ്ട്. തീർത്തും ദുർഗതി പ്രാപിക്കുന്നു. കാര്യം ചോദിക്കുകയേ വേണ്ട. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ ശ്രദ്ധയോടെ ഇരിക്കൂ. മായ ഏതെങ്കിലുമൊക്കെ രൂപം ധരിച്ച് പിടികൂടും. ഏതെങ്കിലും നാമരൂപത്തിന് നേർക്ക് നോക്കുക പോലും ചെയ്യരുത്. തീർച്ചയായും ഈ കണ്ണുകൾ കൊണ്ട് കാണും. എങ്കിലും ബുദ്ധിയിൽ ഒരു ബാബയുടെ ഓർമ്മ വേണം. ബാബയെ തന്നെ കാണാനും ഓർമ്മിക്കാനും വേണ്ടിയാണ് മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നത്. ദേഹാഭിമാനം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കൂ. താഴോട്ടു നോക്കി ആരോടെങ്കിലും സംസാരിക്കണം എന്നല്ല. അങ്ങനെയുള്ള ബലഹീനരാകരുത്. കണ്ടുകൊണ്ടും ബുദ്ധിയോഗം തന്റെ അതിസ്നേഹിയായ പ്രിയതമന് നേർക്ക് ആയിരിക്കണം. ഈ ലോകത്തെ കണ്ടുകൊണ്ടും ഉള്ളിൽ മനസ്സിലാക്കണം, ഇത് ശവപ്പറമ്പാകാനുള്ളതാണ്. ഇതിനോട് എന്ത് ബന്ധം വയ്ക്കാനാണ്? നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നു. അതിനെ ധാരണ ചെയ്ത് അതനുസരിച്ച് നടക്കണം. നിങ്ങൾ കുട്ടികൾ പ്രദർശനികളിൽ മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത്
1000 തവണ വായിൽ നിന്നും ബാബ ബാബ എന്നത് വരണം. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര ലാഭമുണ്ടാകും. ശിവബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ശിവബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറും. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഇത് മറന്നു പോകരുത്. ബാബയുടെ നിർദ്ദേശം ലഭിക്കുന്നു, മന്മന ഭവ. ബാബ പറഞ്ഞിട്ടുണ്ട്, ബാബ എന്ന ഈ ശബ്ദം മനസ്സിലിട്ട് ഉരച്ചുകൊണ്ടേയിരിക്കൂ. മുഴുവൻ ദിവസവും ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. രണ്ടാമത് ഒരു കാര്യവുമില്ല. നമ്പർ 1 മുഖ്യമായ കാര്യം ഇത് തന്നെയാണ്. ആദ്യം ബാബയെ അറിയണം. ഇതിലാണ് മംഗളം. ഈ 84 ജന്മങ്ങളുടെ ചക്രത്തെ മനസ്സിലാക്കുന്നത് വളരെ സഹജമാണ്. കുട്ടികൾക്ക് പ്രദർശനിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള താൽപര്യം ഉണ്ടായിരിക്കണം. അഥവാ ഏതെങ്കിലും കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടാൽ ഞങ്ങൾ ഞങ്ങളുടെ മുതിർന്ന സഹോദരിയെ വിളിക്കാം എന്ന് പറയണം. എന്തുകൊണ്ടെന്നാൽ ഇതും പാഠശാലയല്ലേ. ഇതിൽ ചിലർ കുറവും ചിലർ കൂടുതലും പഠിക്കും. ഇത് പറയുന്നതിൽ ദേഹാഭിമാനം വരാൻ പാടില്ല. എവിടെ വലിയ സെന്ററുണ്ടോ അവിടെ പ്രദർശനികളും സംഘടിപ്പിക്കണം. ഗേറ്റ് വേ ടു ഹെവൻ എന്ന ചിത്രം തൂക്കണം. ഇപ്പോൾ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുകയാണ്. ഈ മഹായുദ്ധത്തിനു മുൻപ് തന്നെ തന്റെ സമ്പത്ത് എടുക്കൂ. എങ്ങനെയാണോ ദിവസവും ക്ഷേത്രത്തിലേക്ക് പോകുന്നത്, അതുപോലെ നിങ്ങൾക്ക് പുറകെ പാഠശാലയാണ്. ചിത്രം തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നത് സഹജമാകും. നമുക്ക് നമ്മുടെ പാഠശാലയെ എങ്ങനെ ചിത്രശാലയാക്കി മാറ്റാം എന്നതിൽ പരിശ്രമിക്കണം. പകിട്ടുണ്ടെങ്കിൽ ആളുകൾ വരും. വൈകുണ്ഠത്തിലേക്ക് പോകുന്നതിനുള്ള വഴി 1 സെക്കൻഡിൽ മനസ്സിലാക്കേണ്ട വഴിയാണ്. ബാബ പറയുന്നു, തമോ പ്രധാനമായ ആർക്കും വൈകുണ്ഠത്തിലേക്ക് പോകാൻ കഴിയില്ല. പുതിയ ലോകത്തിലേക്ക് പോകാൻ സത്തോ പ്രധാനമായി മാറണം. ഇതിലൊരു മാറ്റവുമില്ല. ഏതെങ്കിലും ക്ഷേത്രത്തിലേക്കോ ചർച്ചിലേക്കോ പോകേണ്ട ഒരാവശ്യവുമില്ല. ഓർമ്മിച്ചോർമ്മിച്ച് പവിത്രമായി മാറി നേരെ മധുരമായ വീട്ടിലേക്ക് പോകും. ഞാൻ ഗ്യാരണ്ടി നൽകുന്നു, നിങ്ങളിങ്ങനെ അപവിത്രത്തിൽ നിന്നും പവിത്രമായി മാറും. സൃഷ്ടിചക്രത്തിൽ ഗേറ്റ് വലുതായി കാണിക്കണം. സ്വർഗത്തിന്റെ ഗേറ്റ് എങ്ങനെയാണ് തുറക്കുന്നത്? എത്ര വ്യക്തമാണ്. നരകത്തിന്റെ ഗേറ്റ് അടയണം. സ്വർഗത്തിൽ നരകത്തിന്റെ പേര് പോലും ഉണ്ടാകില്ല. കൃഷ്ണനെ എത്ര ഓർമ്മിക്കുന്നു, പക്ഷെ ആർക്കും അറിയില്ല അവർ എപ്പോഴാണ് വരുന്നത്. ഒന്നും തന്നെ അറിയുന്നില്ല. ബാബയെ പോലും അറിയില്ല. ഭഗവാൻ നമ്മെ വീണ്ടും രാജയോഗം പഠിപ്പിക്കുകയാണ്. ഇത് ഓർമ്മ വയ്ക്കൂ, എങ്കിൽ എത്ര സന്തോഷമുണ്ടാകും. നമ്മൾ ഈശ്വരീയ പിതാവിന്റെ വിദ്യാർത്ഥികളാണ് എന്ന സന്തോഷവും ഉണ്ടാകണം. ഇതെന്തിനു മറക്കണം? ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. മുഴുവൻ ദിവസവും മുഖത്തു നിന്ന് ബാബ ബാബ എന്ന ശബ്ദം വരണം. പ്രദർശനികളിൽ മനസ്സിലാക്കി കൊടുക്കുമ്പോഴെങ്കിലും കുറഞ്ഞത് മുഖത്തു നിന്ന് 1000 തവണ ബാബ ബാബ എന്നത് വരണം. 2. ഈ കണ്ണുകൾ കൊണ്ട് എല്ലാം കണ്ടുകൊണ്ടും ഒരു ബാബയുടെ ഓർമ്മ ഉണ്ടാകണം. പരസ്പരം സംസാരിക്കുമ്പോഴും മൂന്നാമത്തെ നേത്രത്തിലൂടെ ആത്മാവിനെയും ആത്മാവിന്റെ അച്ഛനെയും കാണുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. വരദാനം: ഓരോ സെക്കൻഡിനെയും സങ്കല്പത്തെയും അമൂല്യ രീതിയിൽ ചെലവാക്കുന്ന അമൂല്യ രത്നമായി ഭവിക്കട്ടെ.
സംഗമയുഗത്തിന്റെ 1 സെക്കൻഡിന് പോലും വളരെ വലിയ വിലയുണ്ട്. 1 ലക്ഷം മടങ്ങ് ആകുന്നതുപോലെ 1 സെക്കൻഡ് പോലും വ്യർത്ഥമായി പോകുന്നുവെങ്കിൽ 1,00,000 മടങ്ങ് വ്യർത്ഥമായി പോകുന്നു. അതിനാൽ ഇത്രയും ശ്രദ്ധ വയ്ക്കൂ, എങ്കിൽ ആലസ്യം സമാപ്തമാകും. ഇപ്പോഴാണെങ്കിൽ ആരും കണക്കെടുക്കാനില്ല, എന്നാൽ അല്പസമയത്തിനു ശേഷം പശ്ചാത്താപമുണ്ടാകും. എന്തെന്നാൽ ഈ സമയത്തിന് വളരെ മൂല്യമുണ്ട്. ആര് തന്റെ ഓരോ സെക്കൻഡ്, ഓരോ സങ്കല്പത്തെ അമൂല്യ രീതിയിൽ ചെലവഴിക്കുന്നുവോ അവരാണ് അമൂല്യ രത്നമാകുന്നത്. സ്ലോഗൻ: ആര് സദാ യോഗയുക്തമാണോ അവർ സഹയോഗത്തിന്റെ അനുഭവം ചെയ്ത് വിജയിയായി മാറുന്നു. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ കഴിയുവാനുള്ള അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. ആത്മാവ് എന്ന വാക്ക് സ്മൃതിയിൽ വരുന്നതിലൂടെ തന്നെ ആത്മീയതയ്ക്കൊപ്പം ശുഭഭാവനയും വന്നു ചേരുന്നു, പവിത്ര ദൃഷ്ടിയായി മാറുന്നു. ആരെങ്കിലും നിന്ദിക്കുകയാണെങ്കിൽ പോലും പക്ഷേ ഈ സ്മൃതി ഉണ്ടായിരിക്കണം, ഈ ആത്മാവ് തമോഗുണി പാർട്ട് നടത്തുകയാണ്. അതിലൂടെ വെറുപ്പ് വരികയില്ല, അവരെ പ്രതി ശുഭഭാവന ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓം ശാന്തി.